21ാം നൂറ്റാണ്ടിലെ ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണ് റഷ്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നത്. ചരിത്രപരവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ നിരവധി ഘടകങ്ങൾ ഈ രണ്ട് വൻ ശക്തികളെയും പരസ്പരം അടുപ്പിക്കുന്നുണ്ട്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകാക്രമണത്തിന് ഒരു ബദലായി ഈ സഖ്യം ഉയർന്നു വരുമോ എന്ന ചർച്ചകൾ ഇന്ന് ലോകമെമ്പാടും സജീവമാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് സോവിയറ്റ് യൂണിയൻ നൽകിയ പിന്തുണ ഈ ബന്ധത്തിന് ഊഷ്മളമായ തുടക്കം നൽകി. എന്നാൽ 1960കളിൽ സോവിയറ്റ് ചൈനീസ് ഭിന്നത ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളും അതിർത്തി തർക്കങ്ങളും ഇരു രാജ്യങ്ങളെയും അകറ്റി നിർത്തി. എങ്കിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം 1990കളിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വീണ്ടും ശക്തിപ്പെടാൻ തുടങ്ങി. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലും സാമ്പത്തിക വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പൊതുവായ ആഗോള താൽപര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു. അമേരിക്കയുടെ ലോക നേതൃത്വത്തെക്കുറിച്ചുള്ള സംശയങ്ങളും പാശ്ചാത്യ ശക്തികളോടുള്ള അതൃപ്തിയും ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിച്ചു. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ രൂപീകരണം ഈ ബന്ധത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായിരുന്നു. റഷ്യ ചൈന ബന്ധത്തിന്റെ ഏറ്റവും പ്രകടമായ സവിശേഷതകളിലൊന്ന് അതിന്റെ സാമ്പത്തിക വളർച്ചയാണ്. ചൈന ഇന്ന് റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രധാന ഉപഭോക്താവാണ് ചൈന. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി ചൈനയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യകതകൾ നിറവേറ്റാൻ സഹായിക്കുന്നു. മറുവശത്ത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് റഷ്യ ഒരു വലിയ വിപണിയാണ്. സ്മാർട്ട് ഫോണുകൾ മുതൽ കാറുകൾ വരെയും കമ്പ്യൂട്ടർ ഘടകങ്ങൾ മുതൽ വ്യാവസായിക യന്ത്രങ്ങൾ വരെയും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയിൽ വലിയ ഡിമാൻഡുണ്ട്. റഷ്യയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഈ സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി. പാശ്ചാത്യ വിപണികളിൽ നിന്നുള്ള അകലം റഷ്യയെ ചൈനയുമായി കൂടുതൽ അടുപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം റെക്കോർഡ് തലങ്ങളിലേക്ക് ഉയരുകയും പുതിയ നിക്ഷേപ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. റഷ്യൻ ബാങ്കുകൾ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ ചൈനീസ് പേയ്മെന്റ് സംവിധാനങ്ങൾ ഒരു ബദലായി ഉയർന്നു വന്നു. ഇത് സാമ്പത്തിക മേഖലയിലെ പരസ്പര ആശ്രയം വർദ്ധിപ്പിച്ചു. റഷ്യയും ചൈനയും ആഗോളതലത്തിൽ നിരവധി രാഷ്ട്രീയ വിഷയങ്ങളിൽ സമാനമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇടപെടലുകളെയും പാശ്ചാത്യ മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെയും ഇരു രാജ്യങ്ങളും ശക്തമായി എതിർക്കുന്നു. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ ബഹുരാഷ്ട്ര വേദികളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സമീപകാലത്ത് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ ഈ ബന്ധത്തിന്റെ ദൃഢതയ്ക്ക് അടിവരയിടുന്നുണ്ട്. ഷാങ്ഹായി സഹകരണ സംഘടനയുടെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഈ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും നിലവിലെ ആഗോള വെല്ലുവിളികളും ചർച്ച ചെയ്യപ്പെട്ടു. അമേരിക്കയുമായുള്ള ബന്ധം, യുക്രൈൻ സംഘർഷം, കൊറിയൻ ഉപദ്വീപിലെയും ഇസ്രയേൽ ഇറാൻ മേഖലയിലെയും സംഘർഷങ്ങൾ എന്നിവ ഈ ചർച്ചകളിൽ പ്രധാന വിഷയങ്ങളായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ മുൻപുണ്ടായ കരാറുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥിരതയുള്ളതും പക്വതയുള്ളതും തന്ത്രപരമായി വിലപ്പെട്ടതുമാണെന്ന് വാങ് യി അഭിപ്രായപ്പെട്ടു. തന്ത്രപരമായ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, ഇരു രാജ്യങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുക, പ്രക്ഷുബ്ധവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ലോകം ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് സംയുക്തമായി പ്രതികരിക്കുക എന്നിവയാണ് നിലവിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങളെന്നും വാങ് കൂട്ടിച്ചേർത്തു. റഷ്യയും ചൈനയും തമ്മിൽ പ്രതിരോധ മേഖലയിലും കാര്യമായ സഹകരണമുണ്ട്. സംയുക്ത സൈനികാഭ്യാസങ്ങൾ, ആയുധ വ്യാപാരം, സൈനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവ ഈ സഹകരണത്തിന്റെ ഭാഗമാണ്. റഷ്യ ചൈനയ്ക്ക് അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യകളും നൽകുന്നുണ്ട്. ഇത് ചൈനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. മറുവശത്ത് റഷ്യയ്ക്ക് സാമ്പത്തിക പിന്തുണയും പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഒരു ശക്തമായ സഖ്യകക്ഷിയും ലഭിക്കുന്നുണ്ട്. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ നേരിടാൻ ചൈനയ്ക്ക് റഷ്യയുടെ സഹകരണം നിർണായകമാണ്. റഷ്യ ചൈന ബന്ധം അതിശക്തമാണെങ്കിലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തികമായി ചൈന റഷ്യയേക്കാൾ വളരെ വലുതും ശക്തവുമാണ്. ഇത് ചിലപ്പോൾ റഷ്യയെ ചൈനയുടെ ജൂനിയർ പങ്കാളിയാക്കുന്നുവെന്ന വിമർശനങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. കൂടാതെ മധ്യേഷ്യയിലെ സ്വാധീനത്തെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചില മത്സരങ്ങളുമുണ്ട്.
എന്നിരുന്നാലും ആഗോള സാഹചര്യങ്ങൾ ഈ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സാധ്യത. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങൾ, നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം, ഇന്തോ പസഫിക് മേഖലയിലെ സൈനിക വിന്യാസങ്ങൾ എന്നിവയെല്ലാം റഷ്യയും ചൈനയും കൂടുതൽ അടുപ്പിക്കുന്നു. ഒരു ബഹുധ്രുവ ലോകാക്രമണം എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങളും പങ്കിടുന്നുമുണ്ട്. ഇത് അമേരിക്കയുടെ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. ഈ ബന്ധം ഭാവിയിൽ ലോക രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത് ആഗോള ശക്തി സന്തുലനത്തെ പുനർനിർമ്മിക്കുകയും പുതിയ ഭൗമരാഷ്ട്രീയ സഖ്യങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാം. റഷ്യ-ചൈന സഖ്യം ഒരു പുതിയ ശീതയുദ്ധത്തിന് തുടക്കമിടുമോ അതോ ലോകത്തിനൊരു പുതിയ ക്രമം നൽകുമോ എന്നത് വരും വർഷങ്ങളിൽ വ്യക്തമാകും.